ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരുടെ മേൽ വരണമേ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്പർശിക്കണമേ. ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് കൊടുക്കുന്ന വചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ വീട് ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ആ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിച്ചാൽ. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരാൾ എനിക്ക് ഈ വാക്യം രാവിലെ അയച്ചു തന്നു. ആ വാക്യം വായിച്ചപ്പോൾ മുതൽ എൻ്റെ മനസ്സിനകത്ത് അതൊന്ന് പ്രസംഗിക്കണമെന്നൊരു ആത്മീക ആവേശം ലഭിച്ചു. അതാണ് ഈ വചനം ഇവിടെ വായിക്കാൻ കാരണം. ഞാൻ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ കൂടെ ആ വാക്യത്തിലെ ഒരു വാക്ക് എൻ്റെ മനസ്സിനകത്ത് കയറി വന്നു. ആ വാക്ക് ഇങ്ങനെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. സകലതും ദൈവം സാധിപ്പിക്കും. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട് ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, നിന്റെ കാര്യം ദൈവം സാധിപ്പിച്ചു തരും. ഹല്ലേലൂയ. എനിക്കെന്തോ ഈ വാക്യത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് കൈമാറാനുള്ള സന്ദേശം, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചിലത് സാധിപ്പിക്കാൻ പോകുകയാണ്. കണ്ണുനീരൊടുക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ചിലത് സാധിപ്പിക്കാൻ പോകുകയാണ്. അത് വിശ്വാസ കണ്ണാൽ കാണുന്നവർ നല്ലൊരു ആമീൻ പറഞ്ഞാട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ചില സമയത്ത് നമുക്ക് ലഭിക്കുന്ന ചില വചനങ്ങൾ ബൈബിൾ അങ്ങോട്ട് തുറക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല വചനങ്ങൾ കിട്ടും. ചിലപ്പം ടി വിയിൽ പ്രസംഗം കേൾക്കാൻ ആര് പ്രസംഗാനൊന്നും അറിയത്തില്ല, പെട്ടെന്നൊരു വാക്യം എഴുതി കാണിക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഒരു വാക്യം സംസാരിക്കുന്നത് കാണാം. അതൊക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. ഈ വാക്യത്തിനകത്തോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാൻ പോകുകയാണ്. കാര്യം സാധിപ്പിച്ചു തരുന്ന ദൈവം. ഇന്നത്തെ പ്രസംഗത്തിന് തലക്കെട്ടിടുക, നിന്റെ കാര്യം ദൈവം സാധിപ്പിച്ചു തരും. നീ ഒരിക്കൽ പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത ലെവലിൽ അതിൻ്റെ മറുപടിയെ ദൈവം പകരാൻ പോകുകയാണ്. ചിലരോട് നീ സാക്ഷി പറയും, ദൈവം അത് സാധിപ്പിച്ചു തന്നെന്ന്. ചിലരുടെ മുമ്പിൽ നീ അത്ഭുതപ്പെട്ട് പറയും, ദൈവം അത് സാധിപ്പിച്ചു തന്നു. ഈ ദിവസങ്ങളിൽ ചിലരുടെ മുമ്പിൽ സാക്ഷിയാകത്തക്കവണ്ണം എൻ്റെ ദൈവം നിനക്ക് ചിലതൊക്കെ മനസ്സിനകത്തൊരായിരം വട്ടം വിളിച്ചു പറഞ്ഞ് യേശു കാര്യം സാധിപ്പിച്ചു തരും. നമുക്ക് ദൈവവചനം ഭാഗം എന്താണ് പറയുന്നതെന്ന് നമുക്ക് വായിക്കാം. അതിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ച് കേൾക്കാം. വളരെ അനുഗ്രഹീതമായ തിരുവെഴുത്താണ്. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് യേശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ യാക്കോബിനെ സ്നേഹിച്ചിട്ട് യേശാവിനെ എന്ത് ചെയ്യുന്നു? ദോഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഈ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോഴേ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. ദൈവത്തിന് സ്തോത്രം. മുമ്പനായി വന്നവൻ പിമ്പനായി നിന്നവൻ മുമ്പനായി. ഞാനൊരു മർമ്മം കൂടെ നിങ്ങളോട് പറയാം. ദൈവം തീരുമാനിച്ച പോലെ എല്ലാം നടക്കും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ചില മുമ്പന്മാരെ പുറകോട്ട് തള്ളി പിന്നിൽ കിടക്കുന്ന ചിലതിനെ മുൻപിലെത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. സത്യത്തിൽ മൂത്തവൻ്റെ കാലെ പിടിച്ചോണ്ട് ഇളയവൻ പുറത്ത് വന്നേ എന്ന് പറഞ്ഞാൽ നിന്നെ വിടത്തില്ലടാ, ഞാൻ മുമ്പിൽ കയറുമെന്ന. അമ്മയുടെ ഉദരം തൊട്ട് തുടങ്ങിയ മൽപ്പിടുത്തമാണ്. ഹല്ലേലൂയ. അവിടെ യാക്കോബ് ജയിക്കുന്ന ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ ഭാഗം ചുമ്മാ ഒന്ന് സ്പർശിക്കണമെന്ന് എനിക്കൊരു നിയോഗം കർത്താവിൻ്റെ ആത്മാവ് തരിക. ചിലർ പദവിയും ഉന്നതമായ പൊസിഷനും ഒക്കെ ഉണ്ടെങ്കിലും ആ സ്ഥാനത്ത് കഴിവില്ലാത്ത നിന്നെ ചില പ്രത്യേക പദവിയിൽ കർത്താവ് കൊണ്ടു നിർത്തും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും?
എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയാ, പലതിനെയും തള്ളി മാറ്റി നീ മുന്നോട്ട് ഗമിക്കുന്ന ദിവസങ്ങളും നിമിഷങ്ങളും മണിക്കൂറുകളും പരിശുദ്ധാത്മാവ് മുമ്പിൽ ഒരുക്കി തരാൻ പോവുക. അത് മനസ്സിലാക്കുന്നവർ നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. എനിക്കെന്തോ കർത്താവിൻ്റെ ആത്മാവ് ദൂത് പറയുക, ഇതുവരെ നടക്കാത്ത ചില ഇന്നത്തെ പ്രാർത്ഥനകൾ സംഭവിക്കട്ടെ. മനസ്സിനകത്ത് കൂടെ കൂടെ പറയേണ്ട കാര്യം, എൻ്റെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും. ഇച്ഛിക്കുന്നവനാലല്ല, ചിന്തിക്കുന്നതിനാലല്ല, ഓടുന്നതിനാലല്ല, കരുണയുള്ള ദൈവത്താൽ കാര്യം സാധിക്കപ്പെടും. ദൈവം നിന്നോട് കരുണ കാണിച്ചിട്ട് നിന്റെ കാര്യം സാധിപ്പിക്കാൻ പോകുകയാ. അവനെല്ലാം ഭംഗിയായി ചെയ്തെന്ന് വായിക്കുന്ന പോലെ നീ ഹൃദയത്തിൽ അടിവരയിട്ട് എഴുതിക്കോ, എൻ്റെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും. ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കുന്ന ദൈവം, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്, എൻ്റെ ദൈവം കാര്യം സാധിപ്പിക്കട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ആ കാര്യം ദൈവം സാധിപ്പിക്കുമെന്ന് പറ. നിന്റെ മനസ്സിങ്ങനെ നൊമ്പലിച്ചോണ്ടിരിക്കുക, കർത്താവേ ആ കാര്യം എങ്ങനെ നടക്കും, അതിൽ ആര് സഹായിക്കും? എന്നോട് കർത്താവ് പറയാ, ഇച്ഛിക്കുന്നതിനാലുമല്ല, ഓടുന്നവനാലുമല്ല, ഇത് നടക്കാൻ പോകുന്ന കരുണയുള്ള ദൈവത്താലാ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. എനിക്ക് കർത്താവിൻ്റെ ആത്മാവ് ഉറപ്പ് തരിക, പലതും കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യാനായിട്ട് പോകുകയാണ്. നമുക്ക് ഈ വചനത്തെ നമുക്ക് ഹൃദയം നിറഞ്ഞ് ഒന്ന് ധ്യാനിക്കാനായിട്ട് പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുക്കാം. അവിടെ വായിക്കേണ്ട വലിയ ആവശ്യമില്ല, എന്നാലും ചിലർക്കൊക്കെ ആ വചനം ഒന്ന് മനസ്സിലാകാനായിട്ട് ഉൽപ്പത്തി പുസ്തകം നമുക്കൊന്ന് എടുക്കാം. അതിനകത്തുനിന്ന് ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് ഞാൻ കൊണ്ടുവരട്ടെ. നമ്മൾ പറയാൻ പോകുന്ന വിഷയം ദൈവം കാര്യം സാധിപ്പിക്കുമെന്നാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രി ഉറങ്ങി നാളെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ കർത്താവ് കാര്യം സാധിപ്പിച്ച വാർത്തയായിരിക്കും കേൾക്കുന്നത്. ചിലർ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് വിടുതലോടായിരിക്കും. ഓ, മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എനിക്ക് പരിശുദ്ധാത്മാവ് തരുന്ന വലിയ നിയോഗം, അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമുക്ക് ഉൽപ്പത്തി പുസ്തകം എടുക്കാം, 25-ാം അധ്യായം എടുക്കാം, 19-ാമത്തെ വാക്യം മുതൽ നമുക്ക് ശ്രദ്ധിക്കാം. 25-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ വംശപാരമ്പര്യം. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ വംശപാരമ്പര്യമാവിത്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പത്തനാരാമിലുള്ള അരാമ്യനായ ബെഥുവേലിന്റെ പുത്രിയും അരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. റിബേക്കയെ ഭാര്യയായി എടുത്തു. തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. ഒരു ആമീൻ പറയണം. എനിക്കിവിടെ ഒരു ദൂത് നിങ്ങളോട് പറയാനുണ്ട്. ഒരിക്കൽ അടഞ്ഞതിനെ തൊല്ലി ഭക്തൻ കരഞ്ഞെങ്കിൽ കൺമുമ്പിൽ തന്നെ അത് ദൈവം തുറന്നു കൊടുത്തു. ഞാൻ ഇവിടെ നിന്നോണ്ടും ഒരു ദൂത് നിന്നോട് പറയാം. ഏതെങ്കിലും തരത്തിൽ അടയപ്പെട്ടൊരു വിഷയം നിനക്ക് മുമ്പിലുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ കണ്ണുകൊണ്ട് അടയാളം കാണത്തക്ക രീതിയിൽ നിന്റെ മറുപടിയെ എത്ര പേർക്ക് അത് ആത്മാവിൽ ബോധ്യപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. എന്തോ യേശുവിൻ്റെ ആത്മാവ് പറയുക, അടഞ്ഞിരിക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ തുറന്നു വരാനും ഒരു കാലമുണ്ട്. അങ്ങനെ അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണുകയാണ്, അവൻ പ്രാർത്ഥിച്ചു, അവൾ ഒരു കുഞ്ഞിനെ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. മറുപടി അവൾക്ക് വെളിപ്പെട്ടു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ. ഞാനിവിടെ നിന്നുകൊണ്ട് ഒരു ദൂത് പറയാം. ഈ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ആമീൻ. ചിലർ പറയത്തില്ലയോ, മോനെ നോക്കിയിട്ട് പറയും, ഇവനെ ഞാൻ പ്രാർത്ഥിച്ചു വാങ്ങിച്ച. ഹല്ലേലൂയ. ചില കണ്ടില്ലയോ, എൻ്റെ ബ്രദറെ, ഹല്ലേലൂയ, ഞാൻ ഈ വീട് പ്രാർത്ഥിച്ചു വാങ്ങിച്ചതാണ്. ചുമ്മാ വീട് വെക്കുന്നതും പ്രാർത്ഥിച്ചു വെക്കുന്നതും രണ്ടാ. എൻ്റെ കുഞ്ഞ് രോഗിയായിരുന്നു, മരിച്ചു പോകേണ്ടതാ, പ്രാർത്ഥിച്ച് ജീവനെ തിരിച്ചു വാങ്ങിച്ചതാ. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, ഇവിടെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടുക. അടുത്ത ഭാഗ്യം ശ്രദ്ധിച്ചു കേട്ടോണം. അവിടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. ഈ അമ്മയുടെ ഉദരത്തില് ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ വലിയ തിക്കലുണ്ടായി. സ്തോത്രം. ഇവര് അവിടെ തൊട്ടേ ഫൈറ്റിങ്ങാ. ഇങ്ങോട്ട് നോക്കണം. ഹല്ലേലൂയ. അപ്പോൾ അവൾ ദൈവത്തോട് ചോദിച്ചു, ഇങ്ങനെയാണ് ഞാൻ എങ്ങനെ കർത്താവ് ജീവിക്കുന്നതെന്ന് പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ ഉദരത്തിൽ നിന്ന് 2 ജാതി പുറത്തു വരും. 2 വംശങ്ങൾ വായിച്ച്. 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും. നീ ഒന്നറിഞ്ഞോണം, ഈ മൽപ്പിടുത്തത്തിന്റെ പിമ്പിൽ ഒരു സംഭവമുണ്ട്. ഒന്ന് ശക്തിപ്പെടാൻ പോവാ. ഒരാമീൻ പറയണേ. എനിക്കെന്തോ കർത്താവിൻ്റെ ആത്മാ പറയാ, ചില മൽപ്പിടുത്തത്തിന്റെ പിമ്പിൽ
ആത്മാവിന് പറയാനുള്ളത് ഈ ദിവസങ്ങളിൽ ഒന്ന് ശക്തിപ്പെടും. ഈ ദിവസങ്ങളിൽ ഒരു കാര്യത്തിന്മേൽ ഒരു വംശം ശക്തിപ്പെടാൻ പോകുകയാ. ഒരു കാര്യത്തിന്മേൽ വലിയ വിടുതൽ സംഭവിക്കാൻ പോകുകയാ. ഒരു കാര്യം ശക്തിപ്പെടാൻ പോകുകയാ. അടുത്തോടെ കേട്ടോണം, എനിക്കത് വായിക്കണമെന്നൊരു ഇഷ്ടം തോന്നുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. മൂത്തവൻ ഇളയവനെ സേവിക്കും. ആരരുളി ചെയ്തതാ? യഹോവ അരുളി ചെയ്തു. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട പിള്ളകൾ അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു. മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്നു. അവന്റെ കൈ ഏശാവിന്റെ കുതുകാൽ പിടിച്ചിരുന്നു. കണ്ടോ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴും പിടിവിടുന്നില്ല. പിടിച്ചോണ്ടാ വരുന്നത് എന്ന് പറഞ്ഞാൽ നിന്നെ വിടത്തില്ലടാ, ഞാൻ മുമ്പിൽ കയറും. നിന്റെ മുന്നേറ്റത്തിന് തടസ്സം ആര് നിന്നാലും വിടരുത്. ഞാനൊരു ആത്മീക വെളിപ്പാടിലൂടെ പറയാം, നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് ആര് പറഞ്ഞാലും അതിനെ ഈ ദിവസങ്ങളിൽ നീ അതിജീവിക്കണം. ഈ ദിവസങ്ങളിൽ അതിനെ നീ അതിജീവിക്കണം. അതിനെ അതിജീവിപ്പാനുള്ള കൃപ കർത്താവ് നിനക്ക് തരും. ആ ചരിത്രമൊക്കെ അങ്ങോട്ട് വിവരിക്കുന്നില്ല. ഒരാൾ വേട്ടക്കാരനായി, മറ്റേയാള് അമ്മയെ സഹായിക്കുന്ന ആളായി. വേട്ടക്കാരനെ അപ്പന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കാര്യം എന്താ? അപ്പന് ഈ കാട്ടിറച്ചി ഇഷ്ടമാണ്. പിന്നെ അമ്മയ്ക്ക് ഇവനെ ഇഷ്ടപ്പെടാൻ കാര്യം അമ്മയുടെ കാര്യത്തിനൊക്കെ കൂട്ടു നിൽക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് ഇവനെ മോനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു ദിവസം ചേട്ടൻ വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേ ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഈ യാക്കോബ് ഒരു പായസം വെച്ചു. എന്നാ പായസ? അവിടെ ഉണ്ടല്ലോ, അങ്ങ് വായിച്ചാ പോരാ. അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റവന്റെ കളർ എന്തുവായിരുന്നു? ഏശാവിന്റെ കളർ എന്തുവായിരുന്നു? ചുമന്നവനെ കൊടുക്കാൻ ചുമന്ന പായസം വെച്ചു. ചിലരെ ഒതുക്കാൻ ഒരു പായസം മതി. നിന്നോളൂ അവിടെ. വന്നപ്പോൾ ചോദിച്ചേ, എടാ ഒരു ഇച്ചിരി പായസം എനിക്ക്. അതിനെന്നെ മൊത്തം തന്നേക്കാം, ജ്യേഷ്ഠാവകാശം ഇങ്ങനെ തന്നേച്ചാൽ മതി. വലിയ വിലയുള്ളത് കൊച്ചു കാര്യത്തിന് അടിയറ വെക്കരുത്. ആമേൻ. നിന്നെ ഏൽപ്പിച്ചതിൻ്റെ വില നീ അറിയണം. അത് നിസ്സാര കാര്യങ്ങൾക്ക് അടിയറ വെക്കരുത്. പോട്ടെ, അതൊക്കെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുക, ശ്രദ്ധിക്കണം. അപ്പം ദൈവം ഏശാവിനെ ദോഷിച്ചു, യാക്കോബിനെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഒരാമയും പറഞ്ഞാട്ട്. ഈ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ട്, ദൈവം നീതിമാനല്ലയോ? അതിൻ്റെ കാരണം എന്താ ഇങ്ങനെ ചെയ്തേ? ഞാൻ പറയാം, ദൈവത്തിന് എപ്പോഴും ഒരു ദൈവിക പദ്ധതിയുണ്ട്. ഒരാമയും പറഞ്ഞാട്ട്. ആ പദ്ധതിക്കകത്താണ് നീ എന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? നിന്റെ കഴിവല്ല ഇതുവരെ നിന്നെ ഇവിടെ എത്തിച്ചത്, അവന്റെ കരുണയാണ്. നിന്റെ മിടുക്കല്ല നിന്നെ ഇതുവരെ എത്തിച്ചത്, ദൈവത്തിന്റെ കരുണയാണ്. എനിക്ക് എന്തോ കർത്താവിൻ്റെ ആത്മാവ് തരുന്ന വലിയ ബോധ്യം, ചിലരുടെ ഓട്ടം നിൽക്കാൻ പോവല്ല, ഓട്ടം തുടരാൻ പോവുക. പലതിനെയും അതിജീവിക്കാനുള്ള ദൈവകൃപ കർത്താവ് ഉയരത്തിന്ന് തരട്ടെ. പോട്ടെ, ഞാൻ ആ ഭാവമൊക്കെ വിടുക. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്കൊക്കെ വരാം. യാക്കോബിൻ്റെ ചരിത്രം എന്താണ് അവിടെ എന്ന് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ ആ ഭാഗത്തേക്ക് പോയത്. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്ത് പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. ദൈവത്തിന്റെ ഒരു പ്രത്യേക വിശേഷത, അവന് കരുണ തോന്നണമെന്നുള്ളവനോട് അവൻ എന്ത് ചെയ്യും? ഒന്ന് കൈ കൊടുത്ത് വെച്ചാൽ, ദൈവം നിന്നോട് കരുണ തോന്നട്ടെന്ന് പറ. ആമേൻ. എനിക്കെന്തോ ഈ വചനം എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉറപ്പ് തരിക, ചിലരോട് ദൈവം കരുണ കാണിക്കും. നിന്റെ സന്തതിയോട് ദൈവം കരുണ കാണിക്കും. നിന്റെ തലമുറയോട് ദൈവം കരുണ. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം
103 സങ്കീർത്തനത്തിൻ്റെ 13 വാക്യത്തിലുണ്ട്, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഒന്ന് വായിച്ചു കേൾക്കാം പാസ്റ്ററെ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പന് തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. എന്നോട് കർത്താവ് പറയാ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യത്തിൽ എൻ്റെ ദൈവം നിന്നോട് കരുണ കാണിക്കാൻ പോവാ. നിനക്കറിയാം അത് നടക്കത്തില്ലെന്ന്, പക്ഷെ ദൈവം പറയാ, ഞാൻ കരുണ കാണിച്ചാൽ, കരുണയ്ക്കായി കരഞ്ഞു കരുണാമയന്റെ കാൽക്കൽ ആര് ചെന്നിട്ടുണ്ടോ അവരോട് എൻ്റെ കർത്താവ് കരുണ കാണിച്ചിട്ടുണ്ട്. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഉറപ്പ് തരിക, ഇന്ന് യോഗം തീരുന്നതിന് മുമ്പ് നിന്നോടും നിന്റെ സന്തതിയോടും ദൈവം കരുണ കാണിക്കട്ടെ. ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തില് ചിലരോട് ദൈവം കരുണ, നിന്റെ സന്തതിയോട് ദൈവം കരുണ. മനസ്സിനകത്ത് ഉറപ്പിച്ചോ, കർത്താവ് കരുണ കാണിക്കും, യേശു കരുണ കാണിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരിക്കും. ആമേൻ, ആമേൻ. എനിക്ക് തന്നിരിക്കുന്ന വലിയ ഉറപ്പ്, ഈ ദിവസങ്ങളിൽ കർത്താവ് കരുണ കാണിച്ചിട്ട് നിന്റെ കാര്യം സാധിപ്പിച്ചു തരും. യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, ഹമി അവിടെ വല്ല പ്രസംഗം, എന്നാലും അതൊന്ന് വായിച്ച് കേൾപ്പിച്ചേക്കാം. വാക്യം 54:7. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. നീ ടെൻഷൻ എടുക്കണ്ട. അല്പകാലം നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം സൈലന്റ് ആയിരുന്നു, എന്നാൽ താമസിക്കാതെ മഹാകരുണയോടെ, ആമേൻ, അല്പകാലത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എന്നാൽ മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് നിർത്തും. അപ്പൊ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരുണ നിനക്ക് പ്രതീക്ഷിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സഹായഹസ്തം നിനക്ക് പ്രതീക്ഷിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് ഉറപ്പായി വിശ്വസിക്കാം. ചില കാര്യങ്ങൾക്ക് സ്തോത്രം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സൈലന്റ് ആയെന്ന് കരുതി ദൈവം നിന്നെ എന്നേക്കും ഉപേക്ഷിച്ചതല്ല. മഹാകരുണയോടെ അവൻ നിന്നെ ചേർക്കും. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തില് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പം ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കണമെങ്കിൽ നമ്മൾ കരുണയുള്ളവരാകണം. ചിലര് കരുണ കാണിക്കാത്തവരാ. അങ്ങനല്ല, നീ കരുണ കാണിച്ചാൽ നിന്റെ കാര്യത്തിൽ കർത്താവ് നിന്നോട് കരുണ കാണിക്കും. ഹല്ലേലൂയ. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം ഇതാ വായിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു ചെല്ലുക. അപ്പം കരുണത കാണിക്കുന്നൊരു ദൈവം, അവനാ നീ വിളിക്കുന്ന ദൈവം. ഒരു കനാന്യ സ്ത്രീ ഒരിക്കല് കർത്താവിന്റെ കാലേ വീണ് കരഞ്ഞു, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു, എന്നോട് കരുണ തോന്നണേ. കരുണയ്ക്കായി കരഞ്ഞവടെ വീട്ടിൽ അവിടെ സന്തതിയെ മൽപ്പിടുത്തം നടത്തി ഒതുക്കിയ ദുരാത്മാവിനെ വാക്കുകൾ കൊണ്ട് നസ്രായൻ പുറത്താക്കി. കരുണയ്ക്ക് കരയുന്ന മാതാവേ, പിതാവേ, ലോകം മുഴുവൻ നിന്നെ കൈവിട്ടാലും കരുണയ്ക്കായി കരയുന്നവനെ കൈവിടാത്ത കർത്താവ് ഈ ആരാധനയുടെ നടുവിൽ ഇറങ്ങി നിൽക്കുകയാ. എന്നോട് ദൈവാത്മാവ് ഉറപ്പ് തരുന്നു, ചിലരോട് കരുണ കാണിക്കാതെ എന്റെ ദൈവം ഇവിടുന്ന് പോകത്തില്ല. നീ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ചലിക്കാത്ത ചില വിഷയം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹാകരുണയാൽ എവിടൊക്കെയോ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ദൈവം നിന്നോട് കരുണ കാണിക്കും.
ദൈവം നിന്റെ സന്തതിയോട് കരുണ കാണിക്കും. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവ് നിന്നോട് കരുണ കാണിച്ച് നിന്റെ കാര്യത്തിന് വളരെ വ്യക്തമായ പരിഹാരം കർത്താവ് തരും. നീ നോക്കിക്കോ, നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, നിന്റെ കണ്ണിന് അത്ഭുതമാകുന്ന, നിന്റെ കാതുകൾക്ക് അത്ഭുതമാകുന്ന, നിന്റെ ദേശത്ത് അത്ഭുതമാകുന്ന ചില മറുപടികൾ കരുണാമയനായ ദൈവം അവന്റെ മഹാകരുണ. ആ ഭാഗമൊക്കെ മാറട്ടെ, നമ്മൾ ഇനി ഗഹനമായ കാര്യത്തിലേക്ക് വരികയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇച്ഛിക്കുന്നതിനാലുമല്ല ഓടുന്നതിനാലുമല്ല കരുണ തോന്നുന്നത് ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന ദൈവം. അച്ഛൻ്റെ ഏത് ചെവിക്കായിരുന്നു കേൾവിയില്ല? അടുത്ത ചെവിക്ക്. എത്ര നാളായിട്ടില്ലായിരുന്നു? അത് 11 വർഷത്തായി. 10 വർഷത്തിൽ കൂടുതലായി ഈ ചെവിക്ക് കേൾവിയില്ലായിരുന്നു. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവം ആ കേൾവി തിരിച്ചു കൊടുത്തു. എടാ, ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ. ഇന്ന് രണ്ടാമത് പറയുക, നിന്റെ കൂടാരത്തിനകത്തുനിന്ന് ആ തായ് വേരിനെ പറിച്ചു കളയുമെന്ന്. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പ്രേരണ തരുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ വലത് കൈവെക്ക്. നിങ്ങൾ കടബാധ്യതയുള്ളവരാണോ? നിങ്ങൾ കർത്താവെ കടം മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, വിശ്വാസത്താൽ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചുകൊണ്ട് യേശുവിൻ്റെ കരസ്പർശനം വെളിപ്പെട്ട് സൗഖ്യമാകാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ കൈ അവരെ തൊടണം. കർത്താവെ, കടബാധ്യതകൾ മാറണം, കുരുക്കുകൾ മാറണം, പ്രതിസന്ധികൾ മാറണം, ചില യാത്രകളെ തടസ്സപ്പെടുത്തിയേക്കുന്ന അവസ്ഥകൾ മാറണം. കർത്താവെ, നിന്റെ കരം ശക്തിയോടെ വെളിപ്പെട്ടു വരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സഹായിക്കാം, പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ ഒരു ടൈത്ത്, ഒരു ദശാംശം ഈ ദിവസവും ധാരാളം ചാനലുകളിൽ കൂടെ വചനം പുറത്തു വിടുന്ന ഈ ജീസസ് വോയിസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയച്ചു തരാം. താഴെ കാണുന്ന അഡ്രസ്സിൽ അയക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ ഫോൺ വിളിക്കുക. ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. താഴെ കാണുന്ന നമ്പർ വിളിക്കുക. യേശു ഈ പ്രാർത്ഥനയാൽ നിങ്ങളെ വിടുവിക്കും. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിന് അത് വലിയ അനുഗ്രഹമായിരിക്കും. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, സ്പെഷ്യൽ ഡേ വരുമ്പോൾ നിങ്ങൾ ഒരു വചനം ജനലക്ഷങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾ സ്പോൺസർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കും. ഞങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ ജീവിക്കാം, പ്രാർത്ഥനയിൽ ജീവിക്കാം. യേശു വരാറായി. ഗോഡ് ബ്ലസ് യു.